അപ്പം നമ്മൾ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു 3-5 മിനിറ്റ്സ് തിളപ്പിച്ച് വേവിച്ചെടുത്ത സോയാബീൻസ് ഉണ്ട്. ഇത് ഊറ്റിയെടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് 2 സവാള, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇത് 2 തക്കാളി ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അത് നല്ലതായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് അതും ഇടാം കേട്ടോ. പിന്നെ ഇത് വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ഇത്ര, പിന്നെ ഉപ്പും വേണേ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഓയിൽ ഒഴിക്കാൻ പോവാണ്. കത്തിച്ചിട്ടുണ്ട്, ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോവാണ്. പിന്നെ പച്ചമുളക് ഉള്ളവർക്ക് ഒരു 2 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ 2 കറിവേപ്പിലയും കൂടി ഇടാം. ഇത് 2 ഇപ്പം ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. ഒരു കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിക്കാം നമുക്ക്. കടുക് പൊട്ടിക്കണമെന്നില്ല, നമുക്ക് നേരെ ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ സംഭവങ്ങൾ നമുക്ക് ഇടാം. ഒന്ന് ചൂടാവട്ടെ. ഈ സോയാബീൻ ഇതൊരു ചെറിയ സൈസ് സോയാബീനാണ്, ഇത് മുറിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് മീഡിയം സൈസ് സോയാബീനാണെങ്കിൽ വലിയ സൈസ് സോയാബീനാണ് വേണമെങ്കിൽ 2 പീസായിട്ടൊക്കെ മുറിച്ചിട്ടിടാം. ഇത് ഭയങ്കര ചെറിയ സൈസ് സോയാബീൻ ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇടുന്നത്. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ആദ്യമേ ഈ ഇഞ്ചിയുടെ പീസ് ഇടാവേ. ചൂടായി വരുന്നതേ ഉള്ളൂ, സാരമില്ല. പിന്നെ ഈ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു 6 വെളുത്തുള്ളിയൊക്കെ മതി കേട്ടോ. ഇതും കൂടി ഇടാം. ഇനിയും ചൂടാവാനുണ്ടത്. എന്തായാലും ഈ സവാളയും കൂടി നമുക്ക് ഇട്ടേക്കാം. ഇത് പതിയെ ചൂടായി വന്നോളൂ. ഇത് ജസ്റ്റ് ഒരു റെഡിഷ് കളറായി കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടണം. ഇത്രയും ആദ്യം ഇട്ടാൽ മതിയേ. ഈ ടൊമാറ്റോ ഇതും പിന്നെ ഈ കുരുമുളക് പൊടിയും ലാസ്റ്റ് ഇട്ടാൽ മതി നമുക്ക്. ബാക്കി ഇത് 3 എണ്ണം ഫസ്റ്റ് ഇടണം. 3 എണ്ണം അല്ല, 4 എണ്ണം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്കിടാം കേട്ടോ. ഇത്രയും നമുക്കിപ്പോൾ ഇടാം. ആദ്യം ഞാൻ മുളക് പൊടി എടുക്കുകയാണ്. അത് ഏകദേശം ആവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ നീളത്തിലും അരിയാം. ഞാനിപ്പം കുനുകുനാന്ന് അരിഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ അരിയുമ്പോൾ നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടും. അപ്പം അതാണ് പിന്നെ ഹാൻഡിൽ ചെയ്യുവാൻ ഈസി. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എന്നാ ഗോൾഡൻ കളറിൽ, റെഡിഷ് കളറിലൊക്കെ ആയി വരും. ഇനി നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇടാവേ. ഒരു 1 ടീസ്പൂൺ മതി. ഇത്ര ഇടാം കേട്ടോ. മതി. ഇനി
ഇനി കുറച്ച് ഗരം മസാല ഇടാം നമുക്ക്. ഇത്ര. ഇനി കുറച്ച് മല്ലിപ്പൊടി, അത് ഒരു ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതറിയാമല്ലോ, ഒരു ഇച്ചിരി മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ. ചെറിയ സ്പൂണാണ് അതിനകത്ത് കിടക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇടാം. അത് നമ്മൾ സോയാബീൻസ് നേരത്തെ ഒന്ന് വേവിച്ചെടുത്തപ്പോൾ ഇച്ചിരി ഉപ്പിട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ സവോളയ്ക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ടാൽ മതി. പിന്നീട് പോരെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. ഇത്രയും ഉപ്പിട്ടാൽ മതിയേ. ഉപ്പ് കൂടിപ്പോയാലേ ഭയങ്കര പണിയാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഇട്ട് പോകില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയാബീൻസ് എടുത്തിടാം. ഉണ്ടോ, ഇത് ഭയങ്കര ഏറ്റവും ചെറിയ ബോൾസാണ് ഇത്, കണ്ടോ. അതുകൊണ്ട് നമുക്ക് പിന്നെ മുറിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോഴാണ് നമുക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് ഈ ടൊമാറ്റോ നമുക്കിടാവേ. ഒരു 2 ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. വീട്ടിൽ ടൊമാറ്റോ സോസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇടാം. ഇപ്പം ഇവിടെ ടൊമാറ്റോ സോസ് ഇല്ല, അതുകൊണ്ട് പിന്നെ അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോൾ. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അത് എരിവ് അനുസരിച്ചിട്ടാൽ മതി കേട്ടോ. നേരത്തെ നമ്മൾ മുളക് പൊടി ഇട്ടതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച്, അതൊരു ടൊമാറ്റോ കൂടി ഉള്ളതുകൊണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. ഇത്രേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. നിങ്ങളുടെ അളവിനും എരിവിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾ കുറച്ചൊരു പൊടിക്കിട്ടാലും മതി. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ കറി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സും കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തീ കത്തിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെന്താൽ മതി. അപ്പോഴത്തേക്ക് സെറ്റാവും. എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ. നമ്മൾ സോയാബീൻ നേരത്തെ അത് കുക്ക് ചെയ്തതായിരുന്നല്ലോ, ബോയിൽ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു 5-6 പേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാനുള്ളതില്ലേ. വേണമെങ്കിൽ ഒരു 7-8 പേർക്കും കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ്സും കൂടി വേവിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് സെർവ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ കറിയുടെ പരുവം. സൂപ്പർ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.